ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചെമ്പല്ലി മുളകിട്ടതും കല്ലുമ്മക്കായ് ഫ്രൈയും അച്ചിങ്ങ അഥവാ പച്ചപ്പയർ മെഴുക്ക് പുരട്ടിയും പിന്നെ കരിമീൻ ഫ്രൈയുമാണ്. നമ്മൾ കേരള രീതിയിൽ നാടൻ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബാക്കി വരുന്ന എല്ലാ വീഡിയോസും ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസും എല്ലാതും കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ചെമ്പല്ലി മുളകിട്ടത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മീൻ ചട്ടി എടുക്കുക. മീൻ ചട്ടിയിൽ ഉണ്ടാക്കുന്നതിനാണ് എപ്പോഴും നല്ലത്. വെളിച്ചെണ്ണ കുറച്ചധികം വേണം. അത് ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കാം, പക്ഷേ ഇതിൻ്റെ രുചിക്ക് വെളിച്ചെണ്ണ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. അതിലേക്ക് നമ്മൾ 20 ചുവന്നുള്ളി നടുമുറിച്ച്, ഇനി വളരെ ചെറിയ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 30 ചുവന്നുള്ളി ചേർക്കണം. നടു മുറിക്കാതെ ചേർക്കുന്നത്. എൻ്റെ ഒരു വലിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഞാനത് മുറിച്ച് ചേർത്തു. അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളി നമ്മൾ ആദ്യം പിന്നെ ഇതിനോടൊപ്പം ചേർക്കുന്നതിന് കാരണം വെളുത്തുള്ളിയുടെ പച്ചമണം പോവാനാണ്. നമുക്ക് വെളുത്തുള്ളിയുടെ നല്ല മൂത്ത മണം കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുന്നതിന് മുമ്പ് ചുവന്നുള്ളിയുടെ ഒപ്പം വെളുത്തുള്ളിയും ചേർത്തത്. അതിനുശേഷം നമ്മളൊരു പകുതി സവോളയാണ് എടുത്തത്. ഒരു വലിയ സവോളയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ചെറിയ സവോളയാണെങ്കിൽ ഒരെണ്ണ എടുക്കാം. അതും ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് 4 പച്ചമുളകും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലും, എല്ലാം അരിഞ്ഞതാട്ട, ഒന്നും ചതച്ചതല്ല, അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാതും വഴറ്റി വരിക. ഇത് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് വേണമെങ്കിൽ വഴന്ന് നല്ല ബ്രൗൺ കളറാവുന്ന പോലെ വഴന്ന് അതെല്ലാം ചാറതിലേക്ക് ചേരുന്ന പോലെ ചേർക്കാം. അല്ലെങ്കിൽ ഈ രീതിയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമുക്കതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ 2 വലിയ സ്പൂൺ ചേർക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 സ്പൂൺ ചേർത്താൽ മതി. അത് വലിയ സ്പൂണിൽ നിറയെ ചേർക്കണം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഞാൻ 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കാം. അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ മീൻ മുളകിട്ടത്. നമ്മൾ മുളകിട്ടതെന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും മുളക് ആണ് കൂടുതൽ ചേർക്കാം. അതിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ നിൽക്കുക. പക്ഷെ നമുക്ക് ഇതിൽ ചേരുവകൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ടേസ്റ്റിൽ ഇങ്ങനെ ഓരോ സമയത്തും വ്യത്യാസങ്ങൾ വരുത്താം. പിന്നെ നമ്മളിതെല്ലാതും വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വാടിയ കാര്യങ്ങളെല്ലാം ഒന്ന് ചെറുതായിട്ടിങ്ങനെ വെന്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്തു. ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തു. അതിന് ശേഷം പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. പിന്നീട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് 1 ടീസ്പൂൺ നിറച്ചും ഉപ്പ് ചേർക്കാം. പിന്നെ ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നിറച്ച് ചേർത്ത്. ചിലർക്ക് നന്നായിട്ട് ഉപ്പ് വേണം. അങ്ങനെയുള്ളവർക്ക് 1.5 to 2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. അത് നോക്കിയിട്ട് ചേർക്കുക. അല്ലാത്തവർ ഇത്ര ഉപ്പ് ചേർത്താൽ മതി. പിന്നെ നമ്മൾ കുടംപുളിയല്ല ചേർക്കുന്നത്, പുളി പിഴിഞ്ഞ് ചേർക്കുകയാണ്, വാളംപുളി. അപ്പോൾ അതും പുളി പലർക്കും പല രീതിയിലായിരിക്കും പുളി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമ്മളത് നോക്കിയതിന് ശേഷം മാത്രം വേണം ചേർക്കാൻ. ചില പുളിക്ക് ഒരു മധുരമായിരിക്കും, ചിലത് നല്ല പുളിയായിരിക്കും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തിരിക്കുന്നത്. അത് അത്യാവശ്യം പുളിയുണ്ട്. പിന്നെ ഈ മീൻകറിക്ക് എന്ന് പറഞ്ഞാൽ പുളി കുറച്ചിങ്ങനെ മുമ്പിൽ നിൽക്കുകയും വേണം. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ചെമ്പല്ലി ചേർക്കാം. പീസാക്കിയിട്ടും ചേർക്കാം, അതേപോലെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ അതേപോലെ തന്നെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ കുറഞ്ഞ തീയിൽ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. പിന്നെ അവസാനം വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, നിർബന്ധമില്ല. ഇനി നമുക്ക് കരിമീൻ വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, പിന്നെ ചില്ലി ഫ്ലേക്സ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് ഞാൻ നടു കീറിയെടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ കറിവേപ്പിലയും കുറച്ച് അരിപ്പൊടി, അതായത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കരിമീനിൽ ഇങ്ങനെ നന്നായിട്ട് ശരിക്കും ഇങ്ങനെ പൊതിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് അരിപ്പൊടി ചേർത്തിരിക്കുന്നത്. അല്ലെങ്കിൽ എഗ് വൈറ്റ് ചേർത്താൽ മതി. ഒരു മുട്ട മുഴുവനായിട്ട് ചേർക്കരുത്, എഗ് വൈറ്റ് മാത്രം ചേർക്കുക. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് അരിപ്പൊടി ചേർക്കുന്നതാണ്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കുക. പോരാത്തത് നമ്മൾ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഞാനിങ്ങനെ മുളക് കീറി ചേർത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
മുളകിൻ്റെ ഫ്ലേവർ നമുക്ക് മസാലയിൽ കിട്ടും. പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മീൻ വറുക്കുന്ന എണ്ണയിൽ ഈ മുളക് വറുത്ത് വരുമ്പോൾ ആ മുളക് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ആ മീനിൻ്റെ ഫ്ലേവർ നന്നായി പിടിച്ചിട്ടാവും. പിന്നെ ഒരു എരിവും പിന്നെ ആ മുളക് മൊരിഞ്ഞ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ അതിനാണ് ഞാനിവിടെ പച്ചമുളക് ഇങ്ങനെ കീറി വെച്ചത്. നമുക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം, എത്ര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് എരിവൊന്നും ഇവിടെ കറിയിൽ കൂടാൻ പോകുന്നില്ല. എന്നിട്ട് നമുക്ക് കരിമീൻ എടുത്തിട്ട് അതിൽ പുരട്ടി വയ്ക്കാം. നല്ല അടുപ്പിച്ച് വരഞ്ഞിട്ട് ആ വരഞ്ഞതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം അവിടെ വയ്ക്കുമ്പോൾ ആ മസാലയൊക്കെ അതിൻ്റെ മാംസത്തിലേക്കൊക്കെ പോയിട്ട് നമുക്ക് കരിമീനല്ല എന്ത് മീനായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ മസാല പുരട്ടിയിട്ട് നമുക്കൊരു 20 മിനിറ്റ് അതുപോലെ വെക്കാം. അതിന് ശേഷം നമുക്ക് ഇത് വറുത്തെടുക്കാം. ഇപ്പോൾ കരിമീൻ എന്നല്ല ഏത് മീനായാലും നമുക്ക് ഈ രീതിയിൽ വറുക്കാം. അപ്പോൾ അത് പ്രത്യേകിച്ച് നമുക്കിങ്ങനെ ഒരു റെസിപ്പി ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് നമുക്ക് പല രീതിയിലും മീൻ വറുക്കാവുന്നതാണ്. ഓരോന്നിനും അതിൻ്റേതായ രുചി ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ മൊരിച്ചെടുക്കുന്നതിന് മൊരിച്ചെടുക്കാതിരിക്കുമ്പോഴും ഒക്കെ ആ ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടേത് 20 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. 20 മിനിറ്റായി. നമുക്കിനിത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ കരിമീൻ മൊരിഞ്ഞ് കിട്ടണം. അതാണ് ശരിക്കും കരിമീൻ നല്ല രുചി. ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പോൾ തന്നെയാണ്. കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിലത്തെ ആ പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ ആ പച്ചമുളക് മൊരിഞ്ഞിട്ട് ആ പച്ചമുളകിൻ്റെ ഫ്ലേവർ നമ്മുടെ ഈ എണ്ണയിലേക്ക് വരും. അപ്പം അത് നമുക്ക് പച്ചമുളകിൻ്റെ ഫ്ലേവർ മീനിന് കിട്ടുകയും ചെയ്യും. പിന്നെ പച്ചമുളക് നന്നായിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയത്തിൽ വെച്ചിട്ട് നമ്മൾ കുറഞ്ഞ തീയിൽ ആദ്യം കരിമീനൊന്നങ്ങനെ 2 ഭാഗവും ചെറുതായിട്ട് ഇങ്ങനെ ഒരു മൊരിഞ്ഞ് വരുന്നത് പോലെ നമ്മൾ വറുത്തെടുക്കണം. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് പുറം ഭാഗം മൊരിച്ചെടുക്കുക. അപ്പോൾ അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളൊക്കെ വെന്ത് സോഫ്റ്റായി. പിന്നെ നമുക്കൊന്ന് മൊരിഞ്ഞ് തിന്നുമ്പോഴാണ് ശരിക്കും കരിമീൻ ടേസ്റ്റ്. പക്ഷെ നമ്മൾ ആദ്യമേ ഹൈ ഫ്ലെയിമിലിട്ട് മൊരിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം മൊരിഞ്ഞു പോകും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെന്തതിന് ശേഷം ഒന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് പുറം ഭാഗം ഒന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കരിമീൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് കല്ലുമ്മക്ക വറുത്തെടുക്കാം. അപ്പോൾ കല്ലുമ്മക്കായ ആയാലും കക്കർച്ചി ആയാലും ഒക്കെ ഈ രീതിയിൽ വറുക്കാട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു. അപ്പോൾ എൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തുനിന്ന് വാങ്ങുന്നതാണ്. അതിൽ ഉപ്പുണ്ട് വിനീഗറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നീട് നോക്കിയതിന് ശേഷം മാത്രമാണ് ബാക്കി കാര്യങ്ങൾ ഉപ്പൊക്കെ ചേർക്കുള്ളൂ. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തു, ചില്ലി ഫ്ലേക്സ് ചേർത്തു, പിന്നെ നാരങ്ങാനീര് ചേർക്കേണ്ടതാണ്. പക്ഷേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ വിനാഗിരി ഉള്ളതുകൊണ്ട് ഞാനിതിൽ നാരങ്ങാനീര് ചേർക്കുന്നില്ല. പിന്നീട് നമ്മൾ ചേർത്ത് മുളക് പൊടി. അപ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി ഫ്ലേക്സ്, മുളക് പൊടി, ഗരം മസാല, പിന്നെ നമ്മൾ 3 തരം പൊടികൾ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ 2 ടേബിൾ സ്പൂണും പിന്നെ മൈദയും അരിപ്പൊടിയും ഓരോ സ്പൂൺ വീതവും നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു എഗ് വൈറ്റ്, ഒരു മുട്ടയുടെ വെള്ളം മാത്രം ചേർത്താൽ മതി, മഞ്ഞ ചേർക്കണ്ട. ഇനി ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതും നമുക്ക് കുറച്ച് നേരം വെച്ചതിന് ശേഷം വറുത്തെടുക്കാം. പിന്നെ നമ്മൾ മല്ലിയിലയും കുറച്ച് വേപ്പിലയും കൂടെ ചേർക്കണമായിരുന്നു. അത് ഞാൻ ആദ്യം ചേർക്കേണ്ടതായിരുന്നു, പെട്ടെന്ന് വിട്ടുപോയി. വേണമെങ്കിൽ നമുക്ക് അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വെറുതെ ചേർക്കാം. കുറച്ചിങ്ങനെ കഷ്ണാക്കിയിട്ടിട്ട് മുറിച്ച് ചേർക്കാം, അതായാലും കുഴപ്പമില്ല. മറ്റേതാകുമ്പോൾ കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടും. ഇതാകുമ്പോൾ അത്ര വലിയ ഫ്ലേവർ കിട്ടില്ല, പക്ഷെ അത് മതി നമുക്ക്. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ വറുത്താലും. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നല്ല മുരുമുരാ കിട്ടണം. നമ്മളിങ്ങനെ എന്താ പറയുക, ചിക്കൻ 65 ഒക്കെ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ചിക്കൻ്റെ ഇങ്ങനെ പുറം ഭാഗം നല്ല മുരിഞ്ഞിരിക്കില്ലേ, അപ്പോൾ അതേപോലെ നമുക്ക് കഴിക്കാം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ കല്ലുമ്മക്ക വറുത്തിട്ടുണ്ടെങ്കിൽ
നല്ല ചൂടോടെ കഴിക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും ചൂടാക്കണം, വല്ല ഓവനിലൊക്കെ വെച്ചിട്ട്, അല്ലാണ്ട് വീണ്ടും എണ്ണയിലിട്ട് വറുത്ത രസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിക്കണ നേരത്തെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നന്നാവുക. പിന്നെ മസാല പറ്റി വെച്ചാൽ മതി, 5 മിനിറ്റിനുള്ളിൽ ഇത് വറുത്ത് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആ കഴിക്കണ സമയത്ത് വറുത്ത് നല്ല ചൂടോടെ കഴിക്കണമെങ്കിൽ നമ്മൾ എത്ര വേണമെങ്കിലും കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ് ഈ രീതിയിൽ കല്ലുമ്മക്ക വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായും റെഡിയായി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന അച്ചിങ്ങ മെഴുക്ക് പുരട്ടി നമ്മൾ ഉണ്ടാക്കുകയാണ്. അച്ചിങ്ങ അല്ലെങ്കിൽ ഇവിടെ പച്ചപ്പയർ എന്നാണ് പറയുക. അപ്പോൾ നമ്മളതിലേക്ക് ഒരു സവോള എടുത്തു. സവോള വേണ്ട, ചുവന്നുള്ളി മതി എന്നുള്ളവർക്ക് ഒരു 15 ചുവന്നുള്ളിയെങ്കിലും എടുക്കണം, കുറച്ച് വലിപ്പമുള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി സവോളയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ, സവോളയൊക്കെ ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട്, നമ്മുടെ വെളിച്ചെണ്ണയിൽ മായം ചേർന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. അതിലേക്ക് നമുക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണമെങ്കിൽ വെളുത്തുള്ളി മാത്രം ചേർത്തിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. സവോളയ്ക്ക് പകരം 10-15 വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ട്, പിന്നെ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. പിന്നെ നമ്മൾ പച്ചപ്പയർ അഥവാ അച്ചിങ്ങ മുറിച്ച് കഷ്ണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർക്കാം. പിന്നെ നമ്മൾ ഇളക്കിയാണിത് വേവിച്ചെടുക്കേണ്ടത്. നമ്മൾ മൂടി വെച്ച് വെള്ളം ഇറക്കി വേവിക്കരുത്. അതുകൊണ്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ തുടർച്ചയായി ഇളക്കി വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെക്കണം, സിമ്മിൽ വെക്കരുത്, ഹൈ ഫ്ലെയിമിലും വെക്കരുത്. അതായത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ, പക്ഷെ നമ്മൾ ഇളക്കിയാണ് വേവിച്ചെടുക്കുന്നതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിച്ച പോലെ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കൊണ്ട് വേവും. ഈ പച്ചപ്പയർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ നാടൻ പയർ പോലെ നല്ല പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം റെഡിയായി. ചെമ്പല്ലി മുളകിട്ടു, കരിമീൻ വറുത്തു, പിന്നെ നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി, കല്ലുമ്മക്ക വറുത്തു. അപ്പോൾ നമ്മുടെ ഊണ് ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.